ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത് വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള വാക്കുകളാണ്. ശത്രുവിൻ്റെ ശത്രു മിത്രമാണെന്ന് പറഞ്ഞു വയ്ക്കുന്ന ആ പഴമൊഴിയുടെ ഒരു ദൃശ്യാവിഷ്കരണം ഇന്നിവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. പൊതുവെ ഫരിസേയരും സദുക്കായരും ശത്രുതയിലായിരുന്നിട്ടും യേശുവിനെ കൊടുക്കുവാൻ വേണ്ടി, വാക്കിൽ കുരുക്കുവാൻ വേണ്ടി അവർ ഒന്നിച്ച് ഒരു ചോദ്യം ആരായുകയാണ്. അതെ, സ്വർഗത്തിനെ പറ്റിയുള്ള അവരുടെ സംശയം. യേശുവിന് വേണമെങ്കിൽ ഫരിസേയരെയും സദുക്കായരെയും പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യാമായിരുന്നു. എന്നാൽ അവരുടെ അജ്ഞതയും അറിവില്ലായ്മയും മനസ്സിലാക്കി അത് തിരുത്തുവാനാണ് കർത്താവിന് ശ്രമിക്കുന്നത്. സ്നേഹം നിറഞ്ഞവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം പരിഹാസത്തിൻ്റെയും കളിയാക്കലിൻ്റെയും ഭാവേന ഒരുപാട് പേർ കടന്നു വന്നേക്കാം. തിരിച്ച് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാതെ, മറിച്ച് സ്നേഹത്തിൻ്റെയും കരുണയുടെയും ജ്ഞാനം കൊണ്ട് അവരെ തിരുത്തി ദൈവത്തിങ്കിലേക്ക് ചേർത്തു നിർത്തി നല്ല മനുഷ്യരായി തിരികെ അയക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കാം. ഇല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഇനിയും നാം വളരേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. ക്രിസ്തുവിൻ്റെ അനുയായിയായി മാറുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തു എന്താണോ നമ്മളെ പഠിപ്പിച്ചത് അതുപ്രകാരം ജീവിക്കണമെന്നാണ് ആഹ്വാനം ചെയ്യപ്പെടുക. ഒരൽപ്പം ബുദ്ധിമുട്ടേറിയതാണ്. എങ്കിലും ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി, അവിടുത്തെ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ടു പോകുമ്പോൾ താങ്ങും തണലുമായി ദൈവം നമ്മുടെ ഒപ്പമുണ്ടാകുമെന്ന് നമുക്ക് മറക്കാതിരിക്കാം. മറ്റുള്ളവരെ വിട്ടുകളയുന്നതിന് പകരം ചേർത്ത് പിടിച്ച് ഒരുമിച്ച് ദൈവത്തിങ്കിലേക്ക് നടന്നെടുക്കുവാനായി നമുക്ക് ശ്രമിക്കാം. അപ്പോൾ നാം വീണ്ടെടുക്കുക നമ്മെ മാത്രമല്ല, നമ്മുടെ ഒപ്പം ഒരു വലിയ ജനസമൂഹവും ഉണ്ടാകുമെന്ന് മറക്കാതിരിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.